ഇനി ഒഡീസയിൽ വരുന്ന രാജ്യസഭാ സീറ്റ് ഒഴിവുകളിലെല്ലാം ബി ജെ ഡിയെ ജയിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് കൂടി കനിയണം എന്നവർക്ക് കൃത്യമായി അറിയാം. ബി ജെ ഡി യുഗം അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസിന് നിർണായക ശക്തി ഒഡീസയിൽ ഉണ്ട് എന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തെളിയിച്ചതാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നപ്പോൾ 21-ൽ 20 ബി ജെ പി നേടിയപ്പോൾ ഒരു സീറ്റ് കോൺഗ്രസ് നിലനിർത്തുകയുണ്ടായി. കോൺഗ്രസിനെ ഒപ്പം ചേർത്ത് ഇനിയുള്ള കാലം മുന്നോട്ട് നീങ്ങണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ ഡിയുടെ കക്ഷി നേതാവും ബി ജെ ഡിയുടെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള നവീൻ പട്നായിക് പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിൽ കോൺഗ്രസിന് പരിപൂർണമായ പിന്തുണ കൊടുത്ത് ഇന്ത്യ മുന്നണിയിൽ ഭാഗമാകും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ബി ജെ പി പ്രതിസന്ധിയിലുമായി. ബി ജെ പിക്ക് കൃത്യമായി അറിയാം, അവരെ ഏറെക്കാലമായി പിന്തുണച്ചുകൊണ്ടിരുന്ന, രാജ്യസഭയിൽ ബില്ലുകൾ സുഗമമായി പാസാക്കാൻ സഹായിച്ചിരുന്ന ബി ജെ ഡിയും YSR കോൺഗ്രസും ഒന്നും തന്നെ ഇനി അവരോടൊപ്പം കാണില്ല എന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ജഗൻമോഹൻ റെഡ്ഡിയും ആ കാര്യത്തിൽ കണിശക്കാരൻ തന്നെയാണ്. നിലവിൽ അവർക്കുള്ള എം പിമാരും രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിയെ തന്നെ പിന്തുണയ്ക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കി പറഞ്ഞ ഒരു കാര്യം. ഇതോടുകൂടിയാണ് ബി ജെ പി പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതുമാത്രമല്ല, ഒഡീസയിൽ നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലോ അതല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒഴിവ് വരുമ്പോൾ ആ സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിലോ കോൺഗ്രസ് ബി ജെ ഡിയെ പിന്തുണയ്ക്കും. പകരമായി കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തുന്ന രീതിയിലേക്ക് ഒരു പരസ്പര ധാരണയിലേക്ക് കൊണ്ടുപോകാനും ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒഡീസയിൽ കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായും ബി ജെ ഡി സീറ്റുകൾ കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ബി ജെ ഡി സഖ്യത്തിൻ്റെ പരമാവധി രാഷ്ട്രീയ നേട്ടം ഇരു കൂട്ടർക്കും ലഭ്യമാകും. ബി ജെ പിയുടെ വർഗീയ നയങ്ങൾക്കെതിരെയും അവരുടെ അജണ്ടകൾക്കെതിരെയും ശക്തമായ ഒരു ബദൽ നയം രൂപീകരിക്കാൻ അവിടെ ഇന്ത്യ മുന്നണി രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നവീൻ പട്നായിക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒഡീസയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാതെ ഒരു പരസ്പര ധാരണയോടെ മത്സരിച്ചിരുന്നെങ്കിൽ അധികാരം നഷ്ടമാകില്ല എന്നുള്ള തിരിച്ചറിവാണ് നവീൻ പട്നായിക്കിനുണ്ടായിരിക്കുന്നത്. ബി ജെ പി അധികാരത്തിലെത്താൻ പല രീതിയിലുള്ള കുതന്ത്രങ്ങളും അവിടെ പയറ്റി. കേവല ഭൂരിപക്ഷത്തിൽ എത്തി എന്നുള്ളതല്ലാതെ ബി ജെ പിക്ക് ലോക്സഭയെ അപേക്ഷിച്ച് നിയമസഭയിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് അവർക്ക് തന്നെ പ്രത്യാശയില്ലായിരുന്നു. എന്നിട്ടും 78 സീറ്റുകളിൽ അവർ ജയിച്ചെടുത്തു. ഇക്കുറി ഈ നേട്ടം കൈവരിക്കുമ്പോൾ അത് മറ്റൊരു ഗുജറാത്ത് ആകാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ ഡി പ്രവർത്തകർ നൽകേണ്ടത് എന്നുള്ളത് നവീൻ പട്നായിക് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നിരവധിയായ വിഷയങ്ങൾ പ്രതാപ് ചന്ദ്ര സാരംഗി അടക്കമുള്ളവർ പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു ആ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ നീങ്ങണം എന്നുള്ളതാണ് ഒഡീസയുടെ മുൻ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പട്നായിക് പറഞ്ഞിരിക്കുന്നത്.